ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഐസ് വേൾഡ് എന്ന് പറഞ്ഞ് കുവൈറ്റുള്ള ഒരു ഐസ് റിങ്കിൽ പോവുകയാണ്. അപ്പം സാൽമിയയിലാണ് ദലാൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു മോളിനകത്താണ് ഈ ഐസ് വേൾഡ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ സെൻറ്ററിൻ്റെ ബേസ്മെൻറ്റിലായിട്ടാണ് നമ്മുടെ ഐസ് വേൾഡ് വരുന്നത്. ഇവിടെ ഒരാൾക്ക് 4 KD വെച്ചിട്ടാണ്. 4 KD എന്ന് പറയുമ്പോൾ ഏകദേശം 50 dirhams ആണ് ഒരാൾക്കുള്ള ചാർജ്. ഞങ്ങൾക്ക് 9 o'clock മുതൽ 4 o'clock വരെയുള്ള പാക്കേജാണ് കിട്ടിയത് ഒരാൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങുകയും കയറുകയും ചെയ്യായിരുന്നു. പക്ഷേ മോളിൻ്റെ പുറത്ത് പോകാൻ പറ്റത്തില്ല. മോളിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇടയ്ക്ക് ഐസ് റിങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കയറാൻ പറ്റുന്ന പോലത്തെ ഫെസിലിറ്റി ആയിരുന്നു. ഭയങ്കര തണുപ്പാണ്. ഇവിടെയാണ് നമ്മൾ സ്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരാൾ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റയർ ഐസ് റിങ്ക് ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടി. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ മറിഞ്ഞ് വീഴാനൊക്കെ. ഇതിപ്പോൾ ക്യാമറ ഞാൻ റാഹിലിൻ്റെ ജാക്കറ്റിലോട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് പറ്റുന്ന പോലെ കുറേ ഷോട്ട്സൊക്കെ എടുക്കാൻ പറ്റി. കാരണം ആ എൻ്റയർ ഐസ് റിങ്കിൽ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ അത്രയും കംഫർട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ബാലൻസ് ചെയ്യാൻ എനിക്കായിരുന്നു ശരിക്കും ഏറ്റവും പാട്. ബാക്കി അവരെല്ലാം പെട്ടെന്ന് തന്നെ ആദ്യം ഈ ഗൈഡ് യൂസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തന്നെ ഒറ്റയ്ക്ക് ബാലൻസ് ചെയ്യാനൊക്കെ പഠിച്ച്. ഐസ് റിങ്കിൽ നിന്ന് ഇപ്പം
ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ടാഗുണ്ട് 9 o'clock മുതൽ 4 o'clock വരെയാണ് നമ്മുടെ ടൈമിങ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നും പോവുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മളിപ്പോൾ 1 മണിക്കൂറായിട്ട് ഐസ്റിങ്കിലായിരുന്നു. കുറച്ച് നേരം മോള് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അവിടെ ഇതൊരു ചെറിയ മോളല്ലേ, വലിയ മോളൊന്നുമല്ല. ജസ്റ്റ് ഞങ്ങൾ ഈ മോളൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇനി കുറച്ച് നമുക്ക് ഒന്നും കൂടെ കയറാം ഐസ്റിങ്കിലോട്ട്. അങ്ങനെ ഐസ് സ്കേറ്റിംഗ് കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ ടിപ്പിക്കൽ ഫുഡൊന്നും അല്ല കഴിക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലായിട്ട് സ്റ്റേക്ക് പപ്പായ്ക്ക് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ TGI ഫ്രൈഡേസിലോട്ട് പോവുകയാണ്. മറീന ക്രസൻറ്റ് എന്ന് പറഞ്ഞ ഒരു സെൻറ്ററിനകത്താണ് ഈ TGI ഫ്രൈഡേസ്. ശരിക്കും ഈ TGI ഫ്രൈഡേസ് കണ്ടുപിടിക്കാൻ നല്ലതായിട്ട് കഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ സെൻറ്റർ ഫുള്ള് കിടന്ന് കറങ്ങിയിട്ടാണ് അവസാനം മനസ്സിലാക്കിയത് റെസ്റ്റോറൻറ്റ് മേളിലാണെന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള കുറേ കടകൾ തപ്പി പോവുകയാണ്. എന്നിട്ട് നമ്മൾ മോളിൻ്റെ അകത്ത് കയറിയിട്ട് മേളിലായിട്ടാണ് TGI ഫ്രൈഡേസ് വരുന്നത്. റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടി നമ്മളവിടെ ചെന്ന് ഓർഡർ പറഞ്ഞ് ഒരു 20 minutes കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് എത്തി. ഇതാണ് ചിക്കൻ ഷ്രിംപ് പാസ്ത, ഞാൻ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഒരു ചിക്കൻ സിംഗർ ബർഗർ പറഞ്ഞു. പിന്നെ മിത്തു അത് തന്നെയാണ് പറഞ്ഞത്. കണ്ടോ, ലെറ്റ്യൂസ്, പിന്നെ ഫ്രൈസ് ഉണ്ട്, പിന്നെ അതിനകത്ത് ചിക്കനുണ്ട്, മയണൈസ് ഉണ്ട്. ശരിക്കും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ കഴിക്കുന്നതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ക്യാമറ വീണ് പോയേനെ. ഇതാണ് പപ്പയുടെ ഐക്കോണിക് സ്റ്റേക്ക്. അതിൻ്റെ കൂടെ മാഷ് പൊട്ടാറ്റോയും പിന്നെ കൊളസ്ട്രോയും ഒക്കെ വരുന്നുണ്ട്. മീഡിയം റെയറാണ് പറഞ്ഞത്. പിന്നെ ഫിലിപ്പ് ഓർഡർ ചെയ്തത് ചിക്കൻ ബഫല്ലോ വിങ്സ് ആയിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ശരിക്കും ഈ കിടക്കുന്ന യാച്ചുകളൊക്കെ നമുക്ക് റെൻറ്റിനെടുക്കാം. അതിൻ്റെ അകത്ത് താമസിക്കാനും പറ്റും. അതുമാത്രമല്ല ചുമ്മാ 1 day ട്രിപ്പായിട്ട് ഈ പുറകെ കൂടെയുള്ള ലേക്കിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും. പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി ഇറങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊതി വന്നപ്പോൾ നമ്മൾ ഡോണറ്റ്സ് മേടിച്ചു. കുറേ ഡോണറ്റ്സ് മേടിച്ചു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ഷോർട്ട് ഡേ ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുക. നല്ല കുറേ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നവരെ ബൈ ബൈ. തിരിച്ച് വീട്ടിൽ എത്തി ഫൈനലി.